ഞാൻ എന്റെ സ്വന്തം ഞാൻ അധ്വാനിയുടെ പണം എടുത്ത് പോലും കുറച്ച് തന്നേരായിരുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞില്ലല്ലോ, ചേട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞോ ഞാൻ കുറച്ച് പൈസ തരാം, ഞാൻ എന്നെ 50,000 രൂപ ഇതാ ഇടാൻ പോകുന്നു പറഞ്ഞിട്ടും ചേട്ടൻ എനിക്ക് തന്നില്ലല്ലോ. നിങ്ങളെ കൂടെ കൊണ്ടുവരുമ്പോ ആ പിള്ളേരെല്ലാം ഇട്ട് വെച്ച് നിങ്ങളെ കൊണ്ടുവരുന്നു പറഞ്ഞ അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാല്ലോ ചേട്ടാ, അതെനിക്ക് അറിയത്തില്ല ചേട്ടാ. ചേട്ടാ എൻ്റെ മാത്രം പറഞ്ഞാൽ മതി, ചേട്ടൻ വേറെ പറയണ്ട, എൻ്റെ കാര്യം മാത്രം പറയാം. എനിക്ക് എൻ്റെ പൈസ കിട്ടിയാൽ മതി, അപ്പം ഞാൻ തിരിച്ച്. ഭാര്യ ഇപ്പൊ ഇസ്രേലിയയിലാണോ നാട്ടിലാണോ? എല്ലാരും അവിടെ ആണോ? അത് പോട്ടെ, അത് തരണ്ട, അത് ആ കാര്യമല്ല ചോദിച്ചത്. ഇപ്പൊ ഭാര്യയും മക്കളും എല്ലാരും ഒരിടത്താണോന്ന്. നമസ്കാരം. 2 ദിവസം മുമ്പ് മറുതളം മലയാളി ഒരു വാർത്ത ചെയ്തായിരുന്നു. അതായത് കൊല്ലം ചവറ തെക്കൻഭാഗ സ്വദേശിയായ അജിത എന്ന യുവതി, അവർ ഇസ്രായേലിൽ പോകാൻ വേണ്ടി 10 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തതിന് ശേഷം ആ ഒരു കാശ് 2 വർഷമായി തിരിച്ചു കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, അവർക്ക് ആകെയുള്ളൊരു 4 സെൻറ്റ് വസ്തു വിറ്റതിന് ശേഷമാണ് ആ കാശ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഇതുവരെ ആ കാശ് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ അവർ പെരുവഴിയിലാണ്. അവരെ ഹസ്ബൻഡ് ഒഴിവാക്കിയിട്ട് പോയി. അതുപോലെ തന്നെ മകൻ്റെ മാനസിക തകരാറിലായി. ഇപ്പോൾ പെരുവഴിയിലായി. ഒരു സുഹൃത്താണ് അവർക്ക് ഒരു വീട്ടിൽ അഭയം കൊടുത്തിരിക്കുന്നത്. അത്രയും വളരെ ദയനീയമായ ഒരു വാർത്തയാണ് ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞങ്ങൾ പുറത്തുകൊണ്ടുപോയി ഫെയറിൻ്റെ എല്ലാ കാര്യങ്ങളും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആ വാർത്ത ഞങ്ങൾ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ആ വാർത്ത വന്നതിനെ തുടർന്ന് ഈ പറയുന്ന കാശ് വാങ്ങിച്ച ഇസ്രായേലിയിലുള്ള ഒരു മലയാളി, അദ്ദേഹം അവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ചാർജും ഇല്ല. ഹലോ, നിങ്ങൾക്ക് 10 ലക്ഷം ലൈവില് വീഡിയോ ഇട്ടേക്കുന്നത് അറിയത്തില്ലയോ? ഞാൻ നിങ്ങളുടെ 10 ലക്ഷം രൂപ മേടിച്ചോന്നാണ് ചോദിച്ചത്. ഞാൻ ഇപ്പൊ അടുത്ത വീഡിയോ അങ്ങോട്ട് വിടുന്നുണ്ട്, എല്ലാവരും കാണട്ടെ ലൈവില്. ഓ വിട്. നിങ്ങൾ 10 ലക്ഷം മേടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ സൂപ്പർ കാണേണ്ട പോലെ ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ പൈസ, എന്റെ പൈസ, എന്റെ കുടുംബക്കാരുടെ പൈസ എല്ലാം പോയി കിടക്കണം. നിങ്ങളുടെ മോന് നിങ്ങളെല്ലാരും വരുന്നു പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്നത് മഹാദേവൻ ചെറുക്കന്റെ പൈസ ഒക്കെ ഇട്ട് കൊടുത്തില്ലേ ഏജന്റ്? ഞങ്ങളുടെ പൈസ താ, ഞങ്ങളുടെ 4 പേരുടെ പൈസ താ. ഞങ്ങൾ 4 പേരുടെ പൈസ തന്നില്ലല്ലോ, ഒരു പൈസ പോലും തന്നില്ലല്ലോ. അത് താ. പിന്നെ എത്ര ലക്ഷം രൂപ ഉണ്ട് സ്റ്റേറ്റ്മെന്റ്? ആ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ സോന പറഞ്ഞ ആ രേഖയുണ്ടല്ലോ. ആ എടുക്ക്. ഓ ആ കൊണ്ടുവരാം. ആ നിങ്ങൾ പറഞ്ഞ കന്യാകുമാരിയിൽ സോന പറഞ്ഞ അക്കൗണ്ടിലാണ് ഇട്ട് കൊടുത്തത്. സോന എൻ്റെ ഫോണിലോട്ട് അയച്ചു തന്നു. സോന ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ എൻ്റെ നമ്പറുണ്ടല്ലോ, ആ നമ്പറിൽ അതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് കോടിയില്ലായിരുന്നു. എനിക്ക് വെറും 4 സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു. ഒരു വീട്, ഒരു കൊച്ചു വീടും 4 സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഇത് തന്നില്ലെങ്കിൽ ഞാനിത് കൊടുത്തതെന്നറിയാവോ? എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ഉറപ്പായിട്ടും ചെയ്യും. അതിനു വേണ്ടിയാണ് കൊടുത്തത്. അതൊന്നും അത് ചേട്ടാ എനിക്കറിയത്തില്ല. നിങ്ങളുടെ ആൾക്കാരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ മാത്രം ഞങ്ങൾക്ക് ഞാൻ ഇട്ടുന്ന പൈസ മാത്രം തന്നാൽ മതി. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാല്ലോ ചേട്ടാ, അതെനിക്കറിയത്തില്ല ചേട്ടാ. ചേട്ടാ എൻ്റെ മാത്രം പറഞ്ഞാൽ മതി, ചേട്ടൻ വേറെ പറയണ്ട, എൻ്റെ കാര്യം മാത്രം പറയാം. എനിക്ക് എൻ്റെ പൈസ കിട്ടിയാൽ മതി. അപ്പം ഞാൻ തിരിച്ച് വീഡിയോ ഇടാം. എൻ്റെ പൈസ എല്ലാം കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വീഡിയോ ഇടും. ആ ഞാൻ എന്റെ സ്വന്തം ഞാൻ അധ്വാനിയുടെ പണം എടുത്ത് പോലും കുറച്ച് തന്നേരായിരുന്നു. പക്ഷെ ചേട്ടൻ പറഞ്ഞില്ലല്ലോ, ചേട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞോ ഞാൻ കുറച്ച് പൈസ തരാം, ഞാൻ എന്നെ 50,000 രൂപ ഇതാ ഇടാൻ പോകുന്നു പറഞ്ഞിട്ടും ചേട്ടൻ എനിക്ക് തന്നില്ലല്ലോ. എനിക്കൊരു വാടക വീട് എടുക്കാനാ 50,000 രൂപ ഇടാമെന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടൻ എനിക്ക് തന്നില്ല. എന്റെ പൊന്ന സഹോദരി, ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചോ? ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചോ വിളിച്ചില്ലയോ? ചീത്ത വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ ചേട്ടൻ. പരസ്പര വിരുദ്ധമായിട്ടല്ലേ സംസാരിച്ചെന്നാണല്ലോ ഞാൻ പറഞ്ഞേക്കുന്നത്. ചീത്ത വിളിച്ചെന്ന് ഞാൻ പറഞ്ഞോ? തെറി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ചേട്ടൻ ഇടയ്ക്ക് തെറി പറഞ്ഞു.
മോരി എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ല ചേട്ടൻ കുടിച്ചിട്ടിരുന്നപ്പം തെറി പറഞ്ഞു. ഇല്ല ഞാൻ കുടിക്കുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഞാൻ കുടിക്കുന്നെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാര്യ ചേട്ടൻ തെറി പറഞ്ഞെങ്കിൽ അത് കുഴപ്പമില്ല. ചേട്ടൻ പൈസ കിട്ടിട്ട് ഇനി എന്നെ വിളി. കൊണ്ടുവന്നിട്ട് വിളിച്ചായിരുന്നു ചേട്ടൻ പൈസ എനിക്ക് എന്താ പറയുന്നറിയോ, ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ജോലി ചെയ്യുന്ന പൈസ, ഞാൻ കഷ്ടപ്പെടുന്ന പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് പേടിച്ച് ചേട്ടൻ പറഞ്ഞില്ല എനിക്ക് തരാമെന്ന്. ചേട്ടൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല. പിന്നെ പലരുടെയും പൈസ ഇസ്രായേലിൽ വരാൻ പറ്റിച്ചെന്ന് മാത്രമേ പറഞ്ഞോളൂ. ചേട്ടൻ തരാമെന്ന് ഒരു വട്ടവും പോലും പറഞ്ഞില്ല ചേട്ടാ. ഇപ്പൊ നമുക്ക് ആ ഒരു പൈസ കൊടുത്ത് നിങ്ങൾ പറഞ്ഞില്ലേ, എന്റെ കുഞ്ഞ പപ്പന്റെ അനിയന്റെ പെണ്ണുപ്പിള്ളായിരുന്നു. അവിടെ ചെന്നപ്പോ പോലീസുകാരെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് കള്ളൻ മാറി കളഞ്ഞു. പറഞ്ഞു ഇവിടെ പൈസ നിങ്ങളെ വിഷയം പറഞ്ഞു. ചേട്ടൻ ഞങ്ങളെ ഒരാളെ പോലും പരിചയപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തന്നോ, അല്ലെങ്കിൽ ഇന്നർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ ഒരു അഡ്രസ്സ് തന്നോ, നിങ്ങൾ ഒന്നും തന്നില്ല. ഈ അഡ്രസ്സ് ഇപ്പൊ റെഡി ആകും അജിതേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ച്, എന്റെ വേറെ വരായിരുന്ന പിള്ളേരെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ച്, എല്ലാരെയും കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ച്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇറക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഞാനൊരു വീഡിയോ ഇറക്കും, ഇറക്കിട്ട് ഞാൻ ചേട്ടൻ ഇറക്കിക്കോ? ഞാൻ ചേട്ടന്റെ പൈസ പറ്റിച്ചെന്നും പറഞ്ഞ് എന്തായാലും ചേട്ടൻ ഇറക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടന്റെ പൈസ പറ്റിച്ചെന്ന് പറഞ്ഞ് ചേട്ടൻ ഇറക്കാൻ പറ്റില്ല. ചേട്ടൻ വീഡിയോ ഇറക്ക്. എന്റെ പൈസ പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പൈസ പറ്റിച്ച് ഞാൻ ചോദിക്കുന്നത്, ഞാൻ 3 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യും. എനിക്കിനി പറ്റതെന്ന്. ഞാൻ തെരുവിലാണ്, സീരിയസ്ലി പറയാണ്, തെരുവിലാണ്. ഞാൻ സോന എടുത്ത് പറഞ്ഞപ്പോൾ സോന പറയുന്നറിയാ, അജിതയുടെ സ്വഭാവം അജിത എനിക്ക് അറിയാം, അജിതയെ ചതിക്കത്തില്ല, ചെയ്യും തരാം വിളിക്കുമ്പോഴൊക്കെ സോനയുടെ കഥകളാണ് പറയുന്നത്. എന്റെ ഒരു കാര്യം, ഈ നിരപരാധിയായ ചേട്ടൻ എന്റെ വീട്ടിനകത്ത് എന്റെ അക്കൗണ്ട് നമ്പറോ ആരുടെ അക്കൗണ്ട് നമ്പർ പോലും ഞാൻ 10 പൈസ മേടിച്ച് ഞാൻ ബാങ്കിൽ ഇട്ടിട്ടില്ല. 10 വർഷം പോലും ചേട്ടാ പറ്റിക്കുന്നവരുടെ തൊഴിലാണിത്, മനസ്സിലായി ചേട്ടാ? പറ്റിക്കുന്നവരുടെ തൊഴിലാണ്. നിങ്ങൾ എന്തിനാ വല്ലവരുടെ അക്കൗണ്ട് തന്നെന്ന്? എനിക്ക് വേറെ ആരെയും അറിയത്തില്ല. എനിക്ക് സോനയും ഞാൻ പറഞ്ഞേ 3 മാസം ഞാൻ സുഖമില്ലാത്ത പോലെ എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലും അല്ല. നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ എന്നെ വൈറ്റ് ചേട്ടൻ 3 മാസം സുഖമില്ലാണെങ്കിലും ചേട്ടൻ അവിടെ ചേട്ടൻ പറയാനുള്ളത് പറയുന്നൊരു എടുത്ത് പറയാം. പോലീസ് സ്റ്റേഷനിൽ പറയാ, എവിടെ വേണേലും പറഞ്ഞു. ചേട്ടൻ ഇഷ്ടമുള്ള അടുത്ത് പറയാം. അത് പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഇത്രയും വേണ്ട ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട്, അത് ചെയ്യാനാണ്. കോടികൾ നാട്ടുകാരുടെ പറ്റിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനല്ലോ. കോടികളുടെ അത്രല്ലേ ഉള്ളു. അല്ല, ഇപ്പം ഭാര്യ നാട്ടിലുണ്ടോ? അവിടെ ഇസ്രായേലിലാണോ നാട്ടിലാണോ ഭാര്യ? ഭാര്യ ഇപ്പൊ ഇസ്രായേലിലാണോ നാട്ടിലാണോ? എല്ലാരും അവിടെ ആണോ? അത് പോട്ടെ, അത് തരണ്ട, അത് ആ കാര്യമല്ല ചോദിച്ചത്. ഇപ്പൊ ഭാര്യയും മക്കളും എല്ലാരും ഒരിടത്താണോന്ന്. അതല്ല ചോദിച്ചേ, അതിനുള്ള മറുപടി അല്ല. ഇപ്പൊ ഭാര്യയും മക്കളും എല്ലാം ഇസ്രായേലിൽ തന്നാണോ? നിങ്ങൾക്ക് തരുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ കൂടെ ഇസ്രായേൽ എന്റെ മോള് 30 രൂപ വെച്ചു. 30 രൂപ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മണി എത്ര? 30 രൂപ. വളരെ ഇന്ത്യൻ മണി എപ്പോഴും ചോദിക്കുന്നത്. സ്വന്തം നന്നായിട്ട് പറയാം. ഞാൻ മാസം കിട്ടിയിട്ട് മോൾ എന്നോട് പറയുന്നു എപ്പോഴെപ്പോഴും 100 ഇപ്പൊ ഭാര്യ അവിടെ ആണോ തമിഴ്നാട്ടിലാണോ? ഇപ്പൊ ഭാര്യ സോണ ഇപ്പം തമിഴ്നാട്ടിലാണോ ഇസ്രായേലിലാണോ? എവിടെ? ഇസ്രായേലില? അവരുമായിട്ട് മിണ്ടണ്ട. അല്ല ഇപ്പൊ മിണ്ടണ്ട. അന്ന് മിണ്ടിക്കൊണ്ടിരുന്ന സമയത്തല്ലേ ഈ പൈസ മേടിച്ചേ? അല്ല, ഹലോ, മിണ്ടിക്കൊണ്ടിരുന്ന സമയത്തല്ലേ ഈ പൈസ മേടിച്ചത്? ഇപ്പോഴല്ലേ മിണ്ടാത്തെ? അതിന്റെ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് പൈസ അയച്ചു തരാൻ പറഞ്ഞ ആ ഫോണാ അല്ല ഈ ഫോണും. അതല്ല പറഞ്ഞേ. ഇപ്പോഴേ നില്ല ചേട്ടൻ ഇപ്പം ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എന്റെ പെങ്ങളെ എനിക്ക് ഞാൻ പറയില്ലേ,
കുറച്ച് ദിവസം ജോലിക്ക് പോകും, കുറച്ച് ദിവസം പെണ്ണുമ്പളെ മക്കളായിട്ട് വഴി കൂടിയപ്പോൾ ഞാൻ കുറച്ചൊക്കെ കുടിക്കും. ആ കുടിക്കും, അത് പോട്ടെ. അതൊക്കെ അവരുടെ ഇഷ്ടം. ഇപ്പം ചേട്ടന് ജോലി ഉണ്ടോ? ഇല്ല, ചേട്ടന് ജോലി ഉണ്ടോ? ചേട്ടന് ജോലി ഉണ്ടോ? അയ്യോ, അതൊക്കെ അവിടെ നിൽക്കുന്നവരെ, നിങ്ങളുടെ അടുത്തുള്ളവർ തന്നെ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ അവിടെ ആ റൂമിന്റെ അടുത്തുള്ളവർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് മുഖവും തൊപ്പിയൊന്നും കാണാൻ വിളിച്ചല്ല. ഞങ്ങൾ ഇന്ന് ഫോണിന്റെ അടുത്ത് പോയിട്ടുണ്ട്. തൊപ്പി വെച്ചോണ്ടെന്തിനാ ഉണ്ടാക്കുന്നേ? ഇയാളെ ഉടഞ്ഞ് മേടിച്ചേ, പൈസ മേടിച്ച ഇയാൾ ഉടഞ്ഞോ? ഇയാളാ മേടിച്ചത്. ഇയാൾ ചാവിയോ ജീവിക്കാതെ ഇയാൾ ഇഷ്ടം. ഞങ്ങളുടെ പണം വേണം. എന്തായാലും ഇസ്രായേലിൽ വന്ന് എല്ലാരെയും പിടിക്കും, എല്ലാരെയും പൊക്കും. ആ നാട്ടിലാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ വന്ന് ഈ പോലീസുകാർ ഇടപെടത്തില്ലെന്ന് വിചാരിക്കണ്ട. ഹലോ, ഇയാളെ വർത്താനൊക്കെ ഈ രാജു സോനെ നാട്ടി വെച്ചേ തട്ടിപ്പ്. ഇസ്രായേലിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ തട്ടിപ്പുകാരായിരുന്നു. നിങ്ങളെ പഴയ കഥകൾ വരെ പൊക്കും. നിങ്ങളുടെ പഴയ കഥ. നിങ്ങൾ ഇസ്രായേലിൽ പോയി ഇത്രയും പണം മേടിച്ചിട്ടും തട്ടിപ്പിനാണ്. 1.5 പവന്റെ മാല മേടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് 1.5 പവന്റെ മാല മേടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മാല കൊടുത്തത് സഹിതം പൊക്കിക്കും. 1.5 പവന്റെ മാല അല്ല, നിങ്ങളെ 18 കമ്പനിയാന്ന് അറിയാനേ. 1.5 പവന്റെ മാല മേടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് അത് സഹിതം പൊക്കും. 1.5 പവന്റെ മാല മേടിച്ചിട്ട് ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുത്തില്ലേ, അത് സഹിതം പൊക്കും. അത് സഹിതം തെളിവെടുത്തിട്ടുണ്ട്. അത് സഹിതം ഞങ്ങൾക്ക് തെളിവെടുത്ത് ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പണം തട്ടിക്കൊണ്ടുപോയതും അത് സഹിതം അത് സ്റ്റേഷനിക്കാര് അവിടെ വന്ന് മൊത്തത്തിലെ പൊക്കാനുള്ള വേലകൾ ഞങ്ങൾ ചെയ്തു. അത് പൊക്കണ്ടെങ്കിൽ ഈ മാസം ഞങ്ങളെ പൈസ ഇട്ടു തരാൻ പറ്റുമോ? ഓ, ഭാര്യയുടെ പേരിലോ? അതിന് അത് അകത്ത് കിടക്കുമ്പോ സ്വത്ത് വരും. അകത്ത് കിടക്കുമ്പോ സ്വത്ത് വരും പുറത്ത്. അകത്ത് കിടക്കുമ്പോ സ്വത്ത് വരും പുറത്ത്. ഭാര്യ ഭർത്താവ് കൂടെ ചേർന്നോണ്ടാ കഴിച്ചത്. ആ ഒരു യുവതി വളരെ കരഞ്ഞ് കൈകുപ്പിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ആ വാർത്ത തന്നത്. എന്തായാലും ഞങ്ങൾ കൊടുത്ത വാർത്ത കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മർദ്ദനമേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിനുണ്ടൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.